ഹായ്, നമ്മൾ സിംപ്ലക്സ് അൽഗോരിതം ഫോർ മാക്സിമം ബേസിക് ഫീസിബിൾ ടേബിൾസ് ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഡെഫിനേഷനിലേക്ക് കടക്കാം. എനി സൊല്യൂഷൻ ഒബ്റ്റെയിൻഡ് ബൈ സെറ്റിംഗ് ഓൾ ഓഫ് ദി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഓഫ് എ ടേബിൾ ഈക്വൽ ടു 0 ഈസ് കോൾഡ് എ ബേസിക് സൊല്യൂഷൻ. നമുക്ക് എന്താണ് മാക്സിമം ടേബിൾ, അതേപോലെ എന്താണ് മിനിമം ടേബിൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. സോ ഇവിടെ മാക്സിമം ബേസിക് ഫീസിബിൾ ടേബിൾസിൻ്റെ സിംപ്ലക്സ് അൽഗോരിതമാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. സോ ഏതൊരു ടേബിളും മാക്സിമം ടേബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടാവും, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടാവും. ആ ഒരു ടേബിളിലെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഈക്വൽ ടു 0 ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇസ് എ ബേസിക് സൊല്യൂഷൻ എന്ന് പറയും. ഓക്കെ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ ആ സൊല്യൂഷൻ ബേസിക് സൊല്യൂഷൻ ആണെന്ന് പറയും. അപ്പോൾ നമുക്കിവിടെ നമ്മൾ മാക്സിമൈസേഷൻ്റെ ഒരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക്കൽ ഫേം മാനുഫാക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് നമ്മൾ അതാണ് ചെയ്തത്. സോ ആ പ്രോബ്ലത്തിൽ നമ്മൾ ഒരു 3 ടേബിൾ പഠിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ടേബിളാണ് ഇത്. നിങ്ങൾ ആ പ്രോബ്ലം എഴുതിയെടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ വീഡിയോ ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോ ആണ്. സോ അതിൽ നമ്മൾ എന്ത് കാണാം? ഫസ്റ്റ് നമുക്ക് ടേബിൾ വരുന്നത്, നമുക്ക് ആ പ്രോബ്ലത്തിന് ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. ആ ഇക്വേഷന് ബേസ് ചെയ്തിട്ട് നമ്മളൊരു ടേബിൾ ഉണ്ടാക്കാൻ ടെക്കർ ടേബിൾ ഉണ്ടാക്കി. ആ ടേബിളാണ് ഇത്. ഓക്കെ, ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? x1ഉം x2 ആണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. TA, TB, TC പറഞ്ഞത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ആണ്. ഇവിടെ x1 x2 എന്ന് പറഞ്ഞത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് x1 x2. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ഏതൊക്കെയാണ്? TA, TB, TC. x1 x2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സർക്യൂട്ട് ബോർഡ്സ് ഇൻ കോൺഫിഗറേഷൻ 1ഉം സർക്യൂട്ട് ബോർഡ്സ് ഇൻ കോൺഫിഗറേഷൻ 2 ആണ്. TA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലാക്ക് വേരിയബിൾ ഫോർ A കമ്പോണൻറ്റ്, സ്ലാക്ക് വേരിയബിൾ ഫോർ B കമ്പോണൻറ്റ് ആൻഡ് സിമിലർലി സ്ലാക്ക് വേരിയബിൾ ഫോർ C കമ്പോണൻറ്റ്. അപ്പോൾ ആ പ്രോബ്ലത്തിൽ ഓരോ ടേംസ് ആണത്. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്തു? x2ൻ്റെ വാല്യൂ വെച്ചിട്ട് x1ൻ്റെ വാല്യൂ നമ്മൾ കണ്ടെത്തിയിട്ട് അത് x2 എന്ന് പറഞ്ഞ ആ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ മൊത്തം ഇക്വേഷൻ മാറി. ആ മൊത്തം ഇക്വേഷൻ മാറിയിട്ട് നമ്മൾ വീണ്ടും ഒരു ടേബിൾ ഉണ്ടാക്കി, ഒരു ടെക്കർ ടേബിൾ ഉണ്ടാക്കി. ആ ടേബിളാണ് എന്ത്? ആ ടേബിളാണ് ഇവിടെ രണ്ടാമത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടേബിളിന് ഫസ്റ്റ് 1 കൊടുത്തു, ഈ ടേബിളിന് സെക്കൻഡ് 1 കൊടുത്തു. ഈ ഒരു ടേബിൾ. ഓക്കെ, ഇതിൽ നമുക്ക് എന്ത് പറയാം? x1 പറഞ്ഞത് ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു, അതേപോലെ x2 എന്ന് പറഞ്ഞത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇവിടെ x1 എന്ന് പറഞ്ഞ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്തായിട്ട് മാറി? അത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ജസ്റ്റ് എഴുതാം. ഡിപ്പെൻഡൻറ്റ്, ഇൻഡിപെൻഡൻറ്റ്. ഡിപ്പെൻഡൻറ്റ് ഏതൊക്കെയാണ് വരുന്നത്? x1 ഡിപ്പെൻഡൻ്റ് ആണ്. ഇവിടെ ഡിപ്പെൻഡൻ്റ് ആയിരുന്ന TC എങ്ങോട്ട് മാറി? ഇൻഡിപെൻഡൻറ്റിലേക്ക് മാറി. അപ്പോൾ ഇവിടെ x1 ഡിപ്പെൻഡൻ്റ് ആയി, TC എന്ന് പറഞ്ഞത് ഇൻഡിപെൻഡൻ്റ് ആയി. ബാക്കിയൊക്കെ അതേപോലെ തന്നെ. ഡിപ്പെൻഡൻറ്റിൽ ഏത് വരും? TA-യും TB-യും വരും. പിന്നെ ഇൻഡിപെൻഡൻറ്റിൽ x2 വരും. സോ TC x2. അപ്പോൾ ഈ ഒരു ടേബിളിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ പറഞ്ഞാൽ x1 TA TB ആണ്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ TC x2 ആണ് വരുന്നത്. പിന്നെ നമ്മൾ വീണ്ടും എന്ത് ചെയ്തു? ഒരു ഓപ്പറേഷനും കൂടി നടത്തി. അതായത് x2ൻ്റെ വാല്യൂ കണ്ടെത്തി. ആ x2ൻ്റെ വാല്യൂ കണ്ടെത്തിയതിൽ നമുക്ക് വേറൊരു ടേബിൾ കിട്ടി. അതാണ് ഫൈനൽ ടേബിൾ. ആ ഫൈനൽ ടേബിളാണ് എന്ത് കിടക്കുന്നത്? ഇവിടെ കിടക്കുന്നത്. അടുത്ത നമ്മൾ തേർഡ് 1 ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഇത് ഫൈനൽ ടേബിൾ. ഓക്കെ, ഇതിലിപ്പോൾ ഏതൊക്കെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിട്ട് വരുന്നത്? ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും നമുക്ക് എഴുതി നോക്കാം. സോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിട്ട് വരുന്നത് TC-യും TB-യും ആണ്. കാരണം x2 എന്ന് പറഞ്ഞത് TB-യുടെ ടേംസിലാണ് വരിക. സോ TC-യും TB-യാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ വരിക. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഏതൊക്കെ വരും? x1 x2 ആൻഡ് TA. ഓക്കെ, x1 x2 ആൻഡ് TA. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബേസിക് സൊല്യൂഷൻസ് നോക്കാം. ഈ ഒരു ടേബിളിൻ്റെ ബേസിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മൾ പറഞ്ഞു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് 0 ആണെങ്കിൽ ഫസ്റ്റത്തെ ടേബിൾ നോക്കുക. ഫസ്റ്റത്തെ ടേബിളിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? x1 x2 ആണ്. അപ്പോൾ x1 x2 0 ആയാലാണ് നമ്മൾ എന്ത് പറയുക? അത് ബേസിക് സൊല്യൂഷൻ ആണെന്ന് പറയാം. സോ ഫസ്റ്റ് ടേബിളിൽ നമുക്ക് എന്ത് 0 ആവണം? x1ഉം x2ഉം 0 ആവണം. ആൻഡ് TA-ൻ്റെയും TB-യും TC-യും പറഞ്ഞാൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അതിൻ്റെ വാല്യൂസ് നോക്കുക. TA-ൻ്റെ വാല്യൂ എന്താ? -20 വരുള്ളൂ. കാരണം -TA ഈക്വൽ ടു -20 ആണ്. സോ മൈനസും മൈനസും ക്യാൻസൽ ചെയ്ത് പോകും. സോ TA എന്ന് പറഞ്ഞത് എന്തേ വരുള്ളൂ? 20 ആൻഡ് TB എന്ന് പറഞ്ഞത് 30, TC പറഞ്ഞത് 25. അതാണ് ഫസ്റ്റത്തെ വരിക. ആൻഡ് P എന്ന് പറഞ്ഞാൽ മൊത്തം പ്രോഫിറ്റ് വരുന്നത് 0 വരും. മൊത്തം പ്രോഫിറ്റ് 0 ആണ് വരുന്നത്. Then note that this solution is feasible. കാരണം ഇത് ഫീസിബിൾ ആണ് കാരണം സിൻസ് ഇറ്റ് സാറ്റിസ്ഫൈസ് ഓൾ ദ കൺസ്ട്രെയിൻസ് ഓഫ് ദി ഒറിജിനൽ പ്രോബ്ലം. എല്ലാ കൺസ്ട്രെയിൻസിൻ്റെയും വാല്യൂ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഒറിജിനൽ പ്രോബ്ലത്തിന് കിട്ടുന്നുണ്ട്. ഓക്കെ, അടുത്ത് നോക്കാം. സെക്കൻഡ് ടേബിളിൽ
നമുക്ക് ഏതൊക്കെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് വരുന്നത്? ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് നമ്മൾ നേരിട്ട് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഏതാ വരുന്നത്? ടി സിയും എക്സ് ടു ആണ്. അപ്പോൾ ടി സിയും എക്സ് ടു എന്താണ്? 0. ടി സി എക്സ് ടു ഈക്വൽ ടു 0. ബാക്കി ടി എൻ്റെ വാല്യൂ നോക്കാം. ടി എ ഈക്വൽ ടു 15/2, ടി ബി ഈക്വൽ ടു 5, x1 ഈക്വൽ ടു 25/2. ടി എ ഈക്വൽ ടു 15/2, ടി ബി ഈക്വൽ ടു 5, x1 ഈക്വൽ ടു 25/2 ആൻഡ് പി ഈക്വൽ ടു എന്ത് വരും? പി ഈക്വൽ ടു -2500 ആണ്. ഓക്കെ, പി ഈക്വൽ ടു -2500 ആണ്. പക്ഷെ നമുക്ക് എന്താ പ്രോഫിറ്റ് എപ്പോഴും നെഗറ്റീവ് വരില്ല. സോ പി എന്ന് പറഞ്ഞത് എന്തായിരിക്കും? പോസിറ്റീവേ വരുള്ളൂ. ദിസ് സൊല്യൂഷൻ ഈസ് ഫീസിബിൾ. ഇത് എന്താണ്? ഫീസിബിൾ ആണ്. കാരണം അതിൽ കൺസ്ട്രെയിൻസ് ഒറിജിനൽ പ്രോബ്ലത്തിൻ്റെ ആ ഒരു ഒറിജിനൽ പ്രോബ്ലം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദെൻ തേർഡ് ടേബിൾ നോക്കാം. തേർഡ് ടേബിൾ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആയിട്ട് വരുന്നത് ടി സിയും ടി ബി ആണ്. ആൻഡ് ഡിപെൻഡൻറ്റ് വേരിയബിൾ ടി എ എക്സ് ടു എക്സ്1 ആണ്. അപ്പോൾ വാല്യൂസ് നോക്കിയാൽ ടി എ ടി സിയും ടി ബി എന്താണ്? അതൊരു 0 ആണ് അതിൻ്റെ വാല്യൂ. ആൻഡ് ടി എയും എന്താണ്? ടി എ ഇവിടെ 0 ആണ്. എക്സ് ടു 5, x1 10, പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2750. സോ അത് എന്താണ് നമുക്ക് വരുന്നത്? നമ്മളുടെ ഒറിജിനൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ്റെ അതേ സെയിം യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും. സോ ആ ഒരു പ്രോബ്ലം എന്താണ്? ബേസിക് സൊല്യൂഷൻ ആണ് നമുക്ക് പറയാം. ഓക്കെ, ദെൻ അടുത്ത നോക്കാം. കൺസിഡർ ദി ടേബിൾ സീക്വൻസ് ഇൻ എക്സാമ്പിൾ 5 of 4. അത് അടുത്ത എക്സാമ്പിളിലാണ് നമ്മൾ നോക്കുന്നത്. മിനിമൈസേഷൻ്റെ കേസാണ് പറയുന്നത്. സോ മിനിമൈസേഷൻ്റെ കേസിൽ നമ്മുടെ വാല്യൂസും ജസ്റ്റും ചേഞ്ച് വരുന്നുണ്ട്. ഇത് ഫസ്റ്റ് ടേബിൾ, ഇത് സെക്കൻഡ് ടേബിൾ, ഇത് തേർഡ് ടേബിൾ. ഓക്കെ, ഫസ്റ്റ് ടേബിൾ, സെക്കൻഡ് ടേബിൾ ആൻഡ് തേർഡ് ടേബിൾ. അപ്പോൾ നിങ്ങൾ നോക്കുക, ബേസിക് സൊല്യൂഷൻ, അതിൻ്റെ ബേസിക് സൊല്യൂഷൻ ഇതിൽ ഇതാണ്. ഈ ഭാഗത്ത് കിടക്കുന്നതാണ് ഇൻഡിപെൻഡൻറ്റ്. സോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ പറഞ്ഞാൽ എന്താ വരിക? x1, x2 ആൻഡ് x3. ഇവിടെ 3 വേരിയബിൾ ഉണ്ട്. ആൻഡ് ഡിപെൻഡൻറ്റ് വേരിയബിൾ ടി പി, ടി എഫ്. ആൻഡ് ഈ ടേബിളിലെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഏതൊക്കെ വരും? x1, x2, ടി പി. ആൻഡ് ഡിപെൻഡൻറ്റ് വേരിയബിൾസ് x3, ടി എഫ്. ആൻഡ് ഈ ടേബിളിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x1, ടി എഫ് ആൻഡ് ടി പി. ആൻഡ് ഡിപെൻഡൻറ്റ് വേരിയബിൾസ് x3 ആൻഡ് x2. ഓക്കെ, ഇതാണ് നമുക്ക് വരിക. അപ്പോൾ നമ്മൾ നോക്കാം. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഫസ്റ്റ് ടേബിളിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് x1, x2, x3 ഈക്വൽ ടു 0 ആയിരിക്കും. ദെൻ കാരണം എന്താ വെച്ചാൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. അങ്ങനെ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ, കാരണം ഇതിനൊരു സൊല്യൂഷൻ ആയിട്ട് നമുക്ക് എന്താ വരുന്നത്? ഫൈനൽ ആൻസർ 0 ആണ് വരുന്നത്. സോ അതിനൊരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്തായിരിക്കും? 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ടി പിയുടെ വാല്യൂ എന്താ? ഇവിടെ ടി പി ഈക്വൽ ടു -200. അപ്പം അതിന് നമുക്ക് മൈനസ് കൊടുക്കാം. ഓക്കെ, ടി പി എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് ഒരിക്കലും പോസിറ്റീവ് ആണെന്നില്ല. മറ്റേത് നമ്മൾ പി എന്ന് പറഞ്ഞത് നെഗറ്റീവ് ഉള്ളത് പോസിറ്റീവ് ആയിട്ട് എടുക്കാൻ കാരണം എന്താ വെച്ചാൽ അത് പ്രോഫിറ്റ് ആണ്. നമുക്ക് ഫൈനൽ കിട്ടുന്ന ഒരു പ്രോഫിറ്റ് ആണ്. ആ പ്രോഫിറ്റ് ഒരിക്കലും എന്തായില്ല? നെഗറ്റീവ് ആവില്ല. സോ അത് പോസിറ്റീവ് ആയിട്ട് എടുക്കണം. ഇവിടെ വേരിയബിൾസ് ആണ് എന്ത്? ഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ് ടി പിയും ടി എഫും. സോ ടി പി എന്ന് പറഞ്ഞത് -200, ടി എഫ് എന്ന് പറഞ്ഞാൽ -150. സി എന്ന് പറഞ്ഞത് എന്താണ്? ഇവിടെ 0 ആണ് വരുന്നത്. സോ ടി പി ഈക്വൽ ടു -200, ടി എഫ് ഈക്വൽ ടു -150, സി ഈക്വൽ ടു 0. ഇതൊരിക്കലും എന്തല്ല? ഇസ് നോട്ട് എ ഫീസിബിൾ സൊല്യൂഷൻ. അത് ഫീസിബിൾ സൊല്യൂഷൻ അല്ല എന്ന് പറയാൻ കാരണം വെച്ചാൽ ഫീസിബിൾ സൊല്യൂഷൻ എപ്പോഴും എന്തായിരിക്കും? ഇസ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഡിപെൻഡൻറ്റ് വേരിയബിൾ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക്കലി 0 ആണ്. ഡിപെൻഡൻറ്റ് വേരിയബിൾ എന്തായാലും എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ഓക്കെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. 0 വന്നാലും കുഴപ്പമില്ല. പക്ഷേ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഒരിക്കലും നെഗറ്റീവ് വരാൻ പാടില്ല. അപ്പം നമുക്ക് അത് ഫീസിബിൾ അല്ല എന്ന് പറയാൻ കാരണം ടി പി ലെസ് ദാൻ 0 ആണ്. അതേപോലെ ടി എഫും ലെസ് ദാൻ 0 ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് നോട്ട് എ ഫീസിബിൾ സൊല്യൂഷൻ. അപ്പോൾ ഫീസിബിൾ സൊല്യൂഷനും ഫീസിബിൾ സൊല്യൂഷൻ അല്ലാത്തതും എങ്ങനെയാണ് തിരിച്ചറിയാന്നാണ് പറയുന്നത്. ദെൻ സെക്കൻഡ് ടേബിൾ നോക്കുക. സെക്കൻഡ് ടേബിളിൽ x1, x2, ടി പി എന്താണ്? 0 ആണ്. x1, x2, ടി പി ഈക്വൽ ടു 0. ആൻഡ് x3 നോക്കുക. x3 ഈക്വൽ ടു -100. മൈനസ് കൂടുമ്പോൾ പ്ലസ് ആവും. സോ x3 ഈക്വൽ ടു 100. ആൻഡ് ടി എഫ് എന്ത് വരും? ടി എഫ് ഈക്വൽ ടു -50. ആൻഡ് സി ഈക്വൽ ടു 2500 ആണ്. ഈ മൈനസും കൂടിയിട്ട് 2500 വരും. സോ നോട്ട് ദാറ്റ് ദിസ് സൊല്യൂഷൻ ഈസ് നോട്ട് ഫീസിബിൾ. അതും ഫീസിബിൾ അല്ല. കാരണം എന്താ വെച്ചാൽ ഒരു വേരിയബിൾ എന്ത് വരുന്നുണ്ട്? നെഗറ്റീവ് വരുന്നുണ്ട്. ഒരിക്കലും നമ്മുടെ വേരിയബിൾസ് എന്താൻ പാടില്ല? നെഗറ്റീവ് ആവാൻ പാടില്ല. ആൻഡ് തേർഡ് ടേബിൾ നോക്കുക. x1, x2 ഇത് ഈ 3 വേരിയബിൾ എന്തായിരിക്കും? x1, ടി എഫ്, ടി പി എന്ന് പറഞ്ഞത് 0 ആയിരിക്കും. ആൻഡ് x3 പറഞ്ഞത് എന്താ? 50 ആണ്. ആൻഡ് x2 എന്ന് പറഞ്ഞതും 50 ആണ്. കാരണം x3 ഈക്വൽ ടു -50, -1 into -50. So 50. x2 equal to -50 and c equal to 2750. So അത് നമുക്ക് എന്ത് വന്നു? ഇറ്റ് ഈസ് സൊല്യൂഷൻ ആണ്.
that this solution is one of the infinitely many optimal solution of the linear problem. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അതൊരു ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണെന്ന് കിട്ടി. ഓക്കെ, അതൊരു സൊല്യൂഷനായിട്ട് നമുക്ക് കിട്ടി. ഇനി അടുത്ത ഡെഫിനിഷൻ നോക്കാം. ലെറ്റ് ഒരു നമുക്ക് ടേബിൾ തന്നിട്ടുണ്ട്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇവിടെയാണ് എഴുതുക, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇവിടെയാണ് എഴുതുക. ഇത് മാക്സിമൈസേഷൻ്റെ കേസാണ് കേട്ടോ. ബി എ ടേബിൾ ഓഫ് കാനോണിക്കൽ സ്ലാക്ക് മാക്സിമൈസേഷൻ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ദി ടേബിൾ ഈസ് സെറ്റ് ടു ബി മാക്സിമം ബേസിക് ഫീസിബിൾ ഇഫ് B1, B2, Bn etc. Bm is greater than or equal to 0. ഓക്കെ, അപ്പോൾ ഒരു മാക്സിമൈസേഷൻ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ നമ്മൾ ആ ഒരു ടേബിളിനെ മാക്സിമം ബേസിക് ഫീസിബിൾ എന്ന് പറയണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? B1, B2 എക്സെട്ര Bm എന്ന് പറഞ്ഞ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് എന്തായിരിക്കണം? വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ഓക്കെ, B1, B2 എക്സെട്ര Bm എന്ന് പറഞ്ഞത് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ഇനി മാക്സിമം ബേസിക് ഫീസിബിൾ ടേബിൾ, ദ ബേസിക് സൊല്യൂഷൻ ഈസ് എ ഫീസിബിൾ സൊല്യൂഷൻ. മാക്സിമം ബേസിക് ഫീസിബിൾ ടേബിളിൽ ബേസിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞത് എന്താണ്? ഒരു ഫീസിബിൾ സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൺ സെറ്റിംഗ് ഓൾ ഓഫ് ദി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഈക്വൽ ടു 0. എല്ലാ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും എന്തായിരിക്കും? ഇറ്റ്സ് ഈക്വൽ ടു 0 ആയിരിക്കും. ഓൾ ഓഫ് ദി മെയിൻ കൺസ്ട്രെയിൻസ് റെഡ്യൂസ് ടു ദി ഫോം. നമുക്ക് അവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ നമ്മൾ എന്തായിട്ട് എഴുതുക? മൈനസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ മൈനസ് BI എന്നാണ് എഴുതുക. അപ്പോൾ ഈ മൈനസും ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് എന്ത് വരും? ഇസ് പോസിറ്റീവ് എന്ന് വരും. സോ BI എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് BI ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 പറഞ്ഞാൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയാൽ നമുക്ക് എന്ത് പറയാം? ആ സൊല്യൂഷൻ ഒരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്നാണ് പറയാം. ഓക്കെ, ഫോർ ഓൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് സച്ച് എ സൊല്യൂഷൻ സാറ്റിസ്ഫൈസ് ഓൾ ഓഫ് ദി കൺസ്ട്രെയിൻസ് ഓഫ് ദി ഒറിജിനൽ പ്രോബ്ലം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇതൊരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ അത് എല്ലാ ഒറിജിനൽ പ്രോബ്ലത്തിലെ എല്ലാ കൺസ്ട്രെയിൻസും സാറ്റിസ്ഫൈ. സോ അടുത്ത് നമുക്ക് സിംപ്ലക്സ് അൽഗോരിതം ഫോർ മാക്സിമം ബേസിക് ഫീസിബിൾ ടേബിൾ. മാക്സിമം ബേസിക് ഫീസിബിൾ ടേബിളിൻ്റെ സിംപ്ലക്സ് അൽഗോരിതം നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് കറണ്ട് ടേബിൾ, ആദ്യം തന്നിട്ടുള്ള ടേബിൾ എന്തായിരിക്കും? ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മുടെ ടേബിൾ വരിക. ടക്കർ ടേബിളിൻ്റെ ഫോർമാറ്റ് ഇതാണ്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മേലെ -1 ഇൻറ്റു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അപ്പം ഈ മൈനസും കൂടിയിട്ട് എന്തായിട്ട് മാറും? പോസിറ്റീവായിട്ട് മാറും. ആൻഡ് F എന്ന് പറഞ്ഞത് C1, C2 പറഞ്ഞ കോഎഫിഷ്യൻസ് താഴെ എഴുതാം. with B1, B2 etc. Bm is greater than or equal to 0. If C1, C2 etc. Cn is less than or equal to 0, stop. അതായത് ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? അവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഓക്കെ, കോഎഫിഷ്യൻസ് ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് അവസാനിപ്പിക്കാം. പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം കോഎഫിഷ്യൻസ് 0 ആയി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് തുടരേണ്ട ആവശ്യം. ബേസിക് സൊല്യൂഷൻ ഓഫ് ദി കറന്റ് മാക്സിമം ടേബിൾ ഈസ് ഒപ്റ്റിമൽ. നമുക്ക് എന്ത് പറയാം? C1, C2 എക്സെട്ര Cn എന്ന് പറഞ്ഞത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് അവസാനിപ്പിക്കാം. അതിന്റെ ബേസിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞത് എന്തായിരിക്കും? ആ ടേബിൾ ബേസിക് സൊല്യൂഷൻ ഓഫ് ദി കറന്റ് മാക്സിമം ടേബിൾ ഈസ് ഒപ്റ്റിമൽ. അതായത് നമ്മളുടെ ഈ ഒരു ടേബിളിന്റെ മാക്സിമം ടേബിളിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒപ്റ്റിമൽ ആയിരിക്കും. ഓക്കെ, അതർവൈസ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ C1, C2 എക്സെട്ര Cn എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 അല്ല, ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടിന്യൂ ചെയ്യാം. ദെൻ ചൂസ് CJ ഗ്രേറ്റർ ദാൻ 0. ഏതെങ്കിലും ഒരു CJ ചൂസ് ചെയ്യുക, അത് ഗ്രേറ്റർ ദാൻ 0 ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ ചൂസ് ചെയ്യുക. അതായത് നമ്മൾ ഓരോന്ന് വെച്ചിട്ട് ഇപ്പോൾ C1 വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ടേംസിനും എഴുതാൻ നോക്കുക, C2 വെച്ചിട്ട് എല്ലാ ടേംസിനും എഴുതാൻ നോക്കുക, അങ്ങനെയാണ് ചെയ്യുന്നത്. ദെൻ ചൂസ് CJ ഗ്രേറ്റർ ദാൻ 0. CJ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് ചൂസ് ചെയ്തു. ഇഫ് A1J, A2J എക്സെട്ര AMJ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, ദെൻ സ്റ്റോപ്പ്. അതായത് A1J, A2J എക്സെട്ര AMJ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം നമ്മൾ ഏതാണോ CJ ചൂസ് ചെയ്തത്, ഇപ്പം C1 ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ A11, A21 എക്സെട്ര AM1 എന്ന് പറഞ്ഞത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് അവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അതിൽ എന്തായിരിക്കും? ദി മാക്സിമൈസേഷൻ പ്രോബ്ലം ഈസ് അൺബൗണ്ടഡ്. മാക്സിമൈസേഷൻ പ്രോബ്ലം അൺബൗണ്ടഡ് ആയിരിക്കും. ഓക്കെ, നമ്മൾ ഏതെങ്കിലും ഒരു CJ ചൂസ് ചെയ്യുക, ഗ്രേറ്റർ ദാൻ 0 ഉള്ള CJ ചൂസ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ കോളം നോക്കുക. അതിൻ്റെ കോളം എന്തായിരിക്കും? A2. ഇപ്പോൾ C2 ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ A12, A22 എക്സെട്ര AM2 എന്ന് പറഞ്ഞ ഈ ഒരു കോളത്തിൽ ഈ A12, A22 എക്സെട്ര AM2ൻ്റെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അതിൻ്റെ ആ പ്രോബ്ലം എന്തായിരിക്കും? അൺബൗണ്ടഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ട് കണ്ടീഷനാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? മാക്സിമൈസേഷൻ്റെ ടേബിൾ ടക്കർ ടേബിൾ എഴുതാം. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപ്പെൻഡൻറ്റ് വേരിയബിളും C1, C2 എക്സെട്ര എല്ലാം എഴുതി. ഇതിൽ B1, B2 എക്സെട്ര Bm എന്തായിരിക്കും? ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ഈ C1, C2 എക്സെട്ര Cn എന്ന് പറഞ്ഞ കോഎഫിഷ്യൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ അവിടെ വെച്ച് അവസാനിപ്പിക്കാം. അതിൻ്റെ സൊല്യൂഷൻ എന്തായിരിക്കും? ഇസ് ഒപ്റ്റിമൽ. ദെൻ അതല്ല അതർവൈസ് അതല്ല, എല്ലാം എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 അല്ല,
ഏതെങ്കിലും ഒന്ന് ഗ്രേറ്റർ ദാൻ 0 ആയാലും നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, ഏതെങ്കിലും ഇപ്പോൾ ഒന്ന് ആ ഒരു ഗ്രേറ്റർ ദാൻ 0 ഉള്ള വാല്യൂ നമ്മൾ ചൂസ് ചെയ്തു, അത് നമ്മൾ CJ എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ C2 ആണെന്ന് വിചാരിച്ചാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളംസ്, അതായത് A12 A22 AM2 എന്ന് പറഞ്ഞാൽ ആ ഒരു കോളം നമ്മൾ കൺസിഡർ ചെയ്യാം. ആ കോളം എന്താണ്, എല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയാൽ നമുക്ക് അവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഓക്കെ, ആ കോളം എല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയാൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ആ പ്രോബ്ലം എന്തായിരിക്കും, അൺബൗണ്ടഡ് ആയിരിക്കും. സിംപ്ലക്സ് അൽഗോരിതത്തിന്റെ സ്റ്റെപ്സ് ആണ് പറയുന്നത്. മാക്സിമൈസേഷൻ പ്രോബ്ലം എന്തായിരിക്കും, അൺബൗണ്ടഡ് ആയിരിക്കും. അതർവൈസ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ്, അതായത് ഏതെങ്കിലും ഒരു വാല്യൂങ്കിലും ഇതിൽ A12 A22 A എക്സെട്ര AM2 എന്ന് പറഞ്ഞില്ലേ, അതിലിപ്പോൾ ഒരു A32 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 അല്ല, അത് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ദെൻ അങ്ങനെ അതർവൈസ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂ എങ്കിലും നമുക്ക് എന്ത് വന്നു, ഗ്രേറ്റർ ദാൻ 0 വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക, കമ്പ്യൂട്ട് ചെയ്യുക. മിനിമം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു I ലെസ് ദാൻ ഓർ ഈക്വൽ ടു M BI ഡിവൈഡഡ് AIJ ഇൻറ്റു AIJ, സോറി BI ഡിവൈഡഡ് AIJ എന്ന് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു വാല്യൂ ഉണ്ടല്ലോ, നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ എങ്കിലും ഗ്രേറ്റർ ദാൻ 0 വന്നു എന്ന് പറഞ്ഞില്ലേ, ആ ഒരു വാല്യൂനെ BI കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, BI ഡിവൈഡഡ് AIJ. ഈ AIJ എന്ന് പറഞ്ഞാൽ എന്താ, ഇസ് ഗ്രേറ്റർ ദാൻ 0. AIJ ഈസ് ഗ്രേറ്റർ ദാൻ 0. അതെന്ന് പറഞ്ഞാൽ എന്താ, BP ഡിവൈഡഡ് APJ എന്ന് വരും. അതിന് നമ്മൾ BP ഡിവൈഡഡ് APJ. ഇനിയിപ്പോൾ 2-3 എണ്ണം ഗ്രേറ്റർ ദാൻ 0 ഉണ്ട് വിചാരിക്കുക. അതായത് ഇപ്പോൾ A12 ഗ്രേറ്റർ ദാൻ 0 ആണ്, അതേപോലെ A21 ഗ്രേറ്റർ ദാൻ 0 ആണ്, സോറി A21 അല്ല, A22 ഗ്രേറ്റർ ദാൻ 0 ആണ്, ആൻഡ് A42 ഗ്രേറ്റർ ദാൻ 0 ആണ്. ബാക്കിയെല്ലാം എന്താണ്, ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം B1 I അല്ലേ നമ്മൾ ചൂസ് ചെയ്യുന്നത്, അപ്പോൾ ഇവിടെ 2 ആണ് I ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. J ആണ് 2, I എന്ന് പറഞ്ഞത് എന്താ, ഈ 1 2 4 ആണ്. സോ B1 ഡിവൈഡഡ് A12 നമ്മൾ ചെയ്യാം, അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അതേപോലെ B2 ഡിവൈഡഡ് A22 ചെയ്യാം, അതേപോലെ B4 ഡിവൈഡഡ് A42 ചെയ്യാം. അപ്പോൾ നമുക്ക് 3 വാല്യൂ കിട്ടും. ഈ വാല്യൂവിൽ മിനിമം, ആ വാല്യൂവിൽ മിനിമം ആണ് എന്ത്, BP ഡിവൈഡഡ് APJ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, BP ഡിവൈഡഡ് APJ. അപ്പോൾ ഐയും ജെയും ഒക്കെ നമ്മൾ കറക്റ്റ് ചെയ്യുക. ഒന്നിൽ കൂടുതൽ വാല്യൂസ് വന്നാൽ ആ വാല്യൂസ് വെച്ചിട്ട് നമ്മൾ B4 ഡിവൈഡഡ് BP ഡിവൈഡഡ് APJ ആണ് അതിൻ്റെ മിനിമം വാല്യൂ എടുക്കുക. അതെന്തായിരിക്കും, പിവോട്ട് ഓൺ APJ, അത് പിവോട്ട് വാല്യൂ ആണ്. ആൻഡ് ഗോ ടു സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 1 പറഞ്ഞാൽ എന്താ, വീണ്ടും നമ്മളൊരു ടേബിൾ ഉണ്ടാക്കുക, എന്നിട്ട് അതിൽ ഓരോന്നിൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, there may be more than one value of P for which BP divided APJ is minimum. അതായത് പിവോട്ട് വാല്യൂ ആണ് നമ്മൾ ഈ BP ഡിവൈഡഡ് APJ കാണുന്നത്. അത് ആ പിവോട്ട് വാല്യൂ എന്താണ്, ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതിൻ്റെ മിനിമം ചൂസ് ചെയ്യാം. ചൂസ് എനി സച്ച് P. ഇനി നമ്മൾ അതിലേതെങ്കിലും ഒരു P ചൂസ് ചെയ്യാം. ഓക്കെ, അതിലേതെങ്കിലും ഒരു P ചൂസ് ചെയ്യാം. ബിഫോർ ഇല്ലുസ്ട്രേറ്റിംഗ് ദി അൽഗോരിതം എബോവ് വി ലുക്ക് മോർ ക്ലോസ്ലി അറ്റ് സ്റ്റെപ്സ് 2 ആൻഡ് സ്റ്റെപ്പ് 4. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഇത് സിമിലർ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യുക, സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് 3. ദെൻ ഇഫ് വി സ്റ്റോപ്പ് ഇൻ സ്റ്റെപ്പ് 2 ദി കറന്റ് ടേബിൾ ഈസ് ഓഫ് ദി ഫോം. ഇനി സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞത് സ്റ്റെപ്പ് 2 നമ്മൾ സ്റ്റോപ്പ് ചെയ്തു വിചാരിക്കുക. സ്റ്റെപ്പ് 2 സ്റ്റോപ്പ് ചെയ്യാണ്. സ്റ്റെപ്പ് 2 എപ്പോഴാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത്, C1 C2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടേബിളിൻ്റെ രൂപം ഈ ഒരു രൂപത്തിൽ വരും. ഓക്കെ, C1 C2 എക്സെട്ര C എന്ന് പറഞ്ഞത് ലെസ് ദാൻ 0 ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് 2 വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം. സിൻസ് ദി ടേബിൾ ഈസ് ദി മാക്സിമം ബേസിക് ഫീസിബിൾ, ദി ബേസിക് സൊല്യൂഷൻ ഈസ് ഫീസിബിൾ സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് ആ ഒരു മാക്സിമം ബേസിക് ഫീസിബിളിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് പറയാം, ഒപ്റ്റിമൽ എന്ന് പറയാം. ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഗിവൺ ബൈ ദിസ് ടേബിൾ ഈസ് ഓഫ് ദി ഫോം. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്തായിരിക്കും, F ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഓക്കെ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇവിടെയാണ്. അതായത് ഇപ്പോൾ x1 x2 x3 ഒക്കെയാണ് വരുന്നതെങ്കിൽ x1 പ്ലസ് x1 പറഞ്ഞാൽ x1 ഇൻറ്റു ഇവിടുത്തെ ഒരു വേരിയബിൾ, ഇവിടെ ഇപ്പോൾ ഒരു y1 y2 y3 ആണ് കൊടുക്കണമെങ്കിൽ x1 y1 പ്ലസ് x2 y2 പ്ലസ് എക്സെട്ര പ്ലസ് xn yn വരും. ഇതിൽ y1 y2 എക്സെട്ര y എന്ന് പറഞ്ഞത് എന്തായിരിക്കും, ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും, ഈസ് മൈനസ് d എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സിംപ്ലക്സ് അൽഗോരിതത്തിൻ്റെ സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി പ്രോബ്ലം ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ ഈ അൽഗോരിതം എന്തായാലും പഠിച്ചു വെക്കണം. അൽഗോരിതം എഴുതാൻ വേണ്ടിയിട്ട് എക്സാമിന് ചോദിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ ഭാഷയിൽ എഴുതിയാൽ മതി. ഇത് അങ്ങനെ കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ എന്നിട്ട് നിങ്ങൾ നിങ്ങളുടേതായ ഭാഷയിൽ എഴുതാം.